ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനൂർ ജനമൈത്രി പോലീസ് ഇൻസൈറ്റ് ഇന്ത്യൻ നേവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 7 പേർക്ക് നഗരസഭ സ്വീകരണം നൽകി. നഗരസഭാ ചെയർമാൻ റഷീദ് മൗര്യ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ആർമിയിലേക്ക് താനൂരിൻ്റെ തീരപ്രദേശത്ത് നിന്നുൾപ്പെടെ 7ഓളം പേർ തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തകൾ അറിഞ്ഞ നിമിഷം മുതൽ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. താനൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുതൽ അതിനുവേണ്ടിയുള്ള ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മണ്ണ് എന്ന നിലയിൽ ഇവിടെ നിന്നും ഇന്ത്യയുടെ ആർമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ അതിൻ്റെ ഭരണരംഗത്തുള്ള അതിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട്. ഇതോടനുബന്ധിച്ച് കേരളോത്സവത്തിന് 2ാം സ്ഥാനം ലഭിച്ച വ്യക്തിയെയും അനുമോദിച്ചു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ താനൂർ ഡിവൈഎസ്പി മുൻ ഡിവൈഎസ്പി ബെന്നി ബെഹ്റാം അദ്ദേഹം നടത്തിയ ഒരു ഇൻസൈറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കപ്പെടുന്ന ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ പോകുമ്പോൾ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പരിപാടി നമ്മുടെ ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിക്കുകയും അതിൽ നമ്മുടെ ഇത്തരം രക്ഷിതാക്കൾ കുട്ടികളെ അങ്ങോട്ട് അയക്കുകയും അതിലേക്ക് നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികളായ കുട്ടികൾ എത്തുകയും. താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. സുരക്ഷിതത്വ ബോധം നൽകുക, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുക. ഒരുപക്ഷെ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു ഏജൻസി പോലീസാണ്. നിർഭാഗ്യവശാൽ 1860 ഇന്ത്യൻ പോലീസും 960 കേരള പോലീസ് ആക്ടും ഇതിന് 2011 കേരള പോലീസ് ആക്ട് പരിഷ്കരിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നടങ്കം നിയമം പഠിപ്പിക്കാനൊന്നും തുനിഞ്ഞിറങ്ങിയിട്ടില്ല. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP അലി അക്ബർ, CKM ബഷീർ, രാധിക ശശികുമാർ, നാസിറ സിദ്ദീഖ്, കൗൺസിലർമാരായ P ദിബീഷ്, PT അക്ബർ, CK സുബൈർ, K ജയപ്രകാശ്, HI പ്രകാശ്, PP മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് 20 TV.